മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട മൂന്നാം ഘട്ട കരട് പട്ടിക 24-ന് ലഭിച്ചു. ആ വാർത്തയിലേക്കാണ് ഇനി. വഴി അടഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ളവരുടെ പട്ടികയാണ് പുറത്തുവന്നത്. 3 വാർഡുകളിലായി 70 കുടുംബങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം പട്ടികയിൽ അപാകത ആരോപിച്ച് ദുരന്തബാധിതർ രംഗത്തെത്തി. വാർഡ് 10-ൽ 18 കുടുംബങ്ങൾ, 11-ാം വാർഡ് മുണ്ടക്കൈയിൽ 37 കുടുംബങ്ങൾ, 12-ാം വാർഡിൽ 15 കുടുംബങ്ങൾ, ആകെ 70 ദുരന്തബാധിത കുടുംബങ്ങളാണ് അവസാനഘട്ട കരട് പട്ടികയിൽ ഇടം പിടിച്ചത്. ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 13 വരെയാണ്. വഴിയില്ലാത്ത പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നവരുടേതാണ് ഈ പട്ടിക. അതേസമയം പട്ടികയിൽ വ്യാപകമായ അപാകതയുണ്ടെന്ന ആരോപണം ദുരന്തബാധിതർ ഉന്നയിക്കുന്നുണ്ട്. 105 കുടുംബങ്ങൾ ഇനി ഉൾപ്പെടുത്താണ് മുണ്ടക്കൈയിൽ. റാട്ടപ്പടി 22, അങ്ങനെ 127 കുടുംബങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന ലിസ്റ്റിൽ എന്തോ അറിയില്ല, 36 കുടുംബമാണെന്നത് 50 മീറ്റർ ഉള്ളിൽ വരുന്നവർക്ക് 150 മീറ്റർ അപ്പുറത്തുള്ള വീടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ 50 മീറ്റർ ഉള്ളിലുള്ള വീടുകൾ വന്നിട്ടുമില്ല. അത് എന്തൊക്കെ ഒരു ഉദ്യോഗസ്ഥന്മാർക്കൊന്ന് വീഴ്ച വേണോ, അത് മറ്റുള്ളവർ ഇടപെട്ടതാണെന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. ഇത്തരത്തിൽ വന്നിട്ട് പക്ഷേ ഞങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ടും മുണ്ടക്കൈ ഉൾപ്പെടും. കാരണം അവിടെ പോകാൻ കഴിയില്ല, ആത്മഹത്യ അവരാണ്. 3-ാം ഘട്ട പട്ടികയിൽ ജോൺ മത്തായി കമ്മീഷൻ നിശ്ചയിച്ച പരിധിക്ക് അപ്പുറത്തുള്ള 16 കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാരിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. 1-ാം ഘട്ട അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ 242 കുടുംബങ്ങളാണ്. 2-ാം ഘട്ടത്തിൽ നോ ഗോ സോൺ പരിധിയിൽപ്പെടുന്ന 81 പേരുടെ കരട് പട്ടിക നേരത്തെ പുറത്തിറക്കിയിരുന്നു. ഇതിന്റെ അന്തിമ പട്ടിക ഇതുവരെ ആയിട്ടില്ല. 3 പട്ടികയിലുമായി 392 കുടുംബങ്ങളെയാണ് ഇതുവരെ പുനരധിവാസത്തിന് പരിഗണിച്ചിട്ടുള്ളത്. 24 വയനാട്.